കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായി ദൈവത്തിനെ കേൾക്കുന്ന നല്ല പ്രിയപ്പെട്ടവർ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവനിശ്ചിന്തയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം, അതിന്റെ 11-ാമത്തെ വാക്യം. നിന്റെ അന്ധകാരം മദ്യാൻ പോലെയും യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരോട് പോലെയും ആകും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തിക്കുന്ന ദൈവത്തിന് നടന്ന് യഹോവയായ ദൈവം സാധനത്തിന് കൊടുത്തൊരു വാഗ്ദത്തമാണ്. അതിന്റെ ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തമാണ്. ശക്തമായ ദൂതാണ് പ്രവാചകനിലൂടെ തന്നെ കേൾപ്പിക്കുന്നത്. എന്താണ്? നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറ പോലെയും ആകുന്നു. ദൈവമക്കൾ എപ്പോഴും അതേ അനുഭവത്തിലായിരിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം എന്ന് പറയുന്നത് ഉപവാസം ശരിയായതും തെറ്റായതിനെ കുറിച്ച് പഠിപ്പിക്കലാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഉപവാസത്തിന്റെ ശുശ്രൂഷയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ ഭാഗം നമുക്ക് മറ്റൊരു ദിവസം ചിന്തിപ്പാനായിട്ടുണ്ട്. പക്ഷെ പാപം ചെയ്ത ജനം, അകത്യത്തിൽ കിടക്കുന്ന ജനം, അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു കഴിയുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്ന വാഗ്ദത്തമാണ് നമ്മൾ ദൈവവചനം വായിച്ചത്. നാം നമ്മുടെ തെറ്റായ ജീവിത ശൈലികളും നമ്മുടെ ജീവിത സ്വഭാവങ്ങളും എല്ലാം മാറ്റിവെച്ച് ദൈവത്തോട് മത്സരിക്കാതെ, ദൈവത്തോട് മർദ്ദനിക്കാതെ, വ്യാജമായ പ്രാർത്ഥനയും വ്യാജമായ ഉപവാസവും വ്യാജമായ ജീവിതവും ഒക്കെ നമ്മൾ മാറ്റിക്കളഞ്ഞിട്ട് നേരായ പാതയിലൂടെ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ, സത്യസന്ധമായ മാർഗം നമ്മൾ പിന്തുടരുമ്പോൾ, അപ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ആ സമയമാണ് ദൈവത്തിന് നമ്മൾ പ്രസാദം തോന്നുന്നത്. അങ്ങനെ തെറ്റായ മാർഗം വിട്ട് മടങ്ങി വരുന്ന വ്യക്തിയാണ് ദൈവം നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറ പോലെയും ആക്കുമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ കഷ്ടങ്ങൾ പെരുകുന്നത്, പ്രതിസന്ധികൾ പെരുകുന്നത്, ജീവിതം അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം എന്താണ്? ലോകം മുഴുവൻ വ്യാജമായ പ്രാർത്ഥനയും വ്യാജമായ ഉപവാസങ്ങളും വ്യാജമായ ജീവിത ആചാരങ്ങളും ദൈവ ഇഷ്ടമല്ലാത്ത പലതും മനുഷ്യന്റെ ഉള്ളത്തിൽ ജീവിതത്തിൽ പെരുകിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ജനത്തോട് അല്ലെങ്കിൽ അവരുടെ അകൃത്യത്തോട് ദേഷ്യം തോന്നുന്നു, അല്ലെങ്കിൽ കോപം തോന്നുന്നു എന്നൊക്കെ വേണം നമുക്ക് ചിന്തിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ തെറ്റായ ജീവിത സാഹചര്യങ്ങളും ഉപവാസം വ്യാജ ആത്മീയ അനുഭവങ്ങൾക്ക് മാറ്റിവെച്ചിട്ട് നമ്മൾ മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ വറ്റിപ്പോകാത്ത ഒരു നീരുറവാകുന്നു. നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ദേശത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും നിങ്ങൾ വറ്റിപ്പോകാത്തൊരു നീരുറവായിരിക്കണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക. അല്ലെങ്കിൽ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളൊക്കെ നീരുറവിന്റെ അനുഭവങ്ങളാണ്. അല്ലെങ്കിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് നാം ദൈവ വഴിയിലൂടെ ദൈവ വിശുദ്ധിയോടെ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ നീരുറവായി മാറും. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു നീരുറവായി മാറിക്കഴിയുമ്പോൾ നിങ്ങളിൽ അനേകർക്ക് ആശ്വാസമായി തീരും. നിങ്ങൾ മഴ, നദി, തടാകം, കുളം എന്നിവ എപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതോ അതുപോലെ തന്നെ നിങ്ങളൊരു നീരുറവായി മാറും. അല്ലെങ്കിൽ അപ്പൊ നദികളും കുളങ്ങളും അല്ലെങ്കിൽ തടാകങ്ങളും അല്ലെങ്കിൽ സ്തോത്രം അതുപോലെ തന്നെ എപ്പോഴും നിറഞ്ഞു നിൽക്കും. നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. ഒരുപക്ഷെ നിങ്ങൾ വറ്റി വരണ്ടിരിക്കുന്ന അനുഭവമായിരിക്കാം, ശൂന്യമായ ജീവിത അനുഭവമായിരിക്കാം, ജീവിതം മുഴുവൻ ദുഃഖത്തിന്റെ കരുതലിൽ വീണ് കിടക്കാം. എന്നിരുന്നാലും നാം ദൈവത്തിലേക്ക് മടങ്ങി വന്ന് നമ്മുടെ ഉള്ളിലെ സ്വയത്വം മാറ്റിവെച്ച് നികളം, അഹങ്കാരം, ഞാനെന്നുള്ള ഭാവമൊക്കെ മാറ്റിവെച്ചിട്ട് നാം ദൈവത്തിനെ താഴ്ത്തി കൊടുക്കുമ്പോൾ, താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോട് കരുണ കാണിക്കും, രക്തം ചെയ്യും. അങ്ങനെ നാം ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടം നോക്കാൻ ദൈവം അനവധി വ്യക്തികളെ, അനവധി ആളുകളെ, അനവധി ദൈവഭക്തന്മാരെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകത്തക്ക നിലയിൽ അല്ലെങ്കിൽ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറ പോലെയും പല്ലയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പല ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്റെ അനുഭവത്തിൽ തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. അനേകർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന, സഹായം ചെയ്യുന്ന അനവധി ആളുകളെ, ഇല്ലായ്മയിൽ നിന്ന് പോലും സഹായിക്കുന്നവരെ എനിക്കറിയാം. പ്രൈസലോ. അവർക്കുണ്ടായിട്ടില്ല, പക്ഷേ
അവർ ദൈവവചനത്തെ അനുസരിക്കുന്നുണ്ട്. നനവുള്ള തോട്ടം പോലെ എപ്പോഴും മറ്റുള്ളവരുടെ ആത്മാവിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ വെള്ളം, അവരുടെ ഉള്ളിൽ ആത്മദാഹം, വചനം, ആത്മാവിന്റെ പ്രവൃത്തി അത് വറ്റിപ്പോകാതെ അവരൊരു നീരുറവ് തന്നെയായിരിക്കും. രക്തച്ചേം പ്രവേശനോ അത് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കണം. വറ്റിപ്പോകാത്ത നീരുറവ് നിങ്ങളൊന്നാകണം. അപ്പൊ നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയെ, ആത്മാവിന്റെ ബലത്തെ, ആത്മാവിന്റെ വചനത്തെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ, നിങ്ങളുടെ ഉള്ളിൽ പകർന്ന വചനത്തെ, ആ വചനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വറ്റിപ്പോകാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു നീരുറവ് തന്നെയാണ്. ഹല്ലേലൂയ. നമ്മളത് ക്രമീകരിക്കപ്പെടുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്നവരെ, വറ്റിപ്പോകാത്ത നീരുറവ് പോലെ നിന്റെ കുടുംബത്തെ ദൈവം ആക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നീ ദൈവത്തിന് താഴ്ത്തി കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ വറ്റി വരണ്ട നിലവും ഉണങ്ങിയ ഭൂമിയും സസ്യലതാദികളില്ലാതെ പാറകൾ കൊണ്ട് നിറയപ്പെട്ടതാണെങ്കിലും ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ ഉദ്യാനം പോലെയാക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പലരും കുടുംബം അതുപോലെ വറ്റി വരണ്ട് ഉണങ്ങി കിടക്കുന്ന ഹല്ലേലൂയ അനുഭവമാണ്. ഉണങ്ങി പുല്ലുകൾ കരിഞ്ഞുപോയ ഭൂമി പോലെ പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിറയപ്പെട്ട അനുഭവം പലരുടെയും ജീവിതവും ജീവിത സാഹചര്യങ്ങളും. അങ്ങനെയുള്ള അനുഭവത്തെ ഹല്ലേലൂയ അങ്ങനെയുള്ള അനുഭവത്തെ, ആ അന്ധകാരത്തെ ഹല്ലേലൂയ മധ്യാനം പോലെയാക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനം വറ്റി വരേണ്ട അനുഭവമാണ്. ഉണങ്ങിയ ഭൂമി പോലാണ്. പാറക്കൂട്ടങ്ങളാൽ നിറയപ്പെട്ട വൃക്ഷലതാദികൾക്ക് വളരുവാൻ കഴിയാത്ത വിധത്തിൽ വേരൂന്നുവാൻ കഴിയാതെ അതുപോലും ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന അനുഭവത്തെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിന്റെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് മടങ്ങി വരണം. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്താൽ എത്ര വറ്റി വരണ്ട് കിടക്കുന്ന സ്ഥലമായിരുന്നാലും, ഉണങ്ങിയ ഭൂമിയായിരുന്നാലും, വൃക്ഷലതാദികൾക്ക് പോലും വളരുവാൻ കഴിയാതെ പാറക്കൂട്ടം പോലെ നിറഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ തരിശായ ഭൂമിയാണെങ്കിലും അതിനൊരു ഉദ്യാനം പോലെ ആക്കിയെടുത്ത് നിന്നെ ശക്തിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ പറയും ദൂത്, നിന്റെ ഭവനം വറ്റി വരണ്ട് കിടക്കുന്ന അനുഭവമാണ്. ഉണങ്ങിയ ഭൂമി പോലാ, പാറക്കൂട്ടങ്ങളെ നോക്കുന്നത് പോലാണ് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിലേക്ക് നോക്കിയ കാണുന്നത്. ആ സ്ഥിതിക്ക് ദൈവം ഒരു മാറ്റം തരാൻ പോകും. ഹല്ലേലൂയ. മുമ്പുള്ളവയെ കുറിച്ച് നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് പുതിയത് ചെയ്യുവാൻ കഴിയും. അവൻ പുതിയത് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നീ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്റെ ജീവിതം വളരെ കഷ്ടതയാണ്. ഞാൻ വളരെ മാനസികമായ ടെൻഷനില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ സഹോദരന്റെ വിഷയം വളരെ ശ്രദ്ധയോടെ കേട്ടു. ഞാനത് വിശദമായി അന്വേഷിച്ചു. ആ സഹോദരന്റെ ജീവിതം വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമി പോലെ ഉണങ്ങിയ അനുഭവം, പാറക്കൂട്ടങ്ങൾ പോലെ പലവിധമായ ചിന്തകളാൽ നിറയപ്പെട്ട് ജീവിതം മടുത്ത നിരാശ നടുവിലാണ്. ആ വിഷയം നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ സോഷ്യൽ മീഡിയയോട് പറയാൻ പറ്റത്തില്ല. ഞാൻ ആ സഹോദരൻ അവിവേകം ഒന്നും കാണിക്കരുത്. എല്ലാത്തിനും പരിഹാരമുണ്ട്. ഞാൻ ഒരു സമയമുണ്ട്, എന്റെ അരികിലേക്ക് കടന്നു പോവാം, നമുക്ക് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാം. അപ്പൊ അദ്ദേഹത്തിന് അല്ലെങ്കിൽ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു സമയമുള്ളപ്പം വന്നാൽ മതി. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികൂലമായ നിങ്ങളുടെ മനസ്സിന് എന്ത് ഭാരം തോന്നുന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്നെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുടുംബജീവിതത്തിനകത്ത് വിള്ളല് വന്ന കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലടിക്കുന്ന ഭവനം ഒരുപാടാണ്. ഭക്തിയുടെ വേഷം കെട്ടിയത് കൊണ്ട് കാര്യമായില്ല. ഭക്തിയുടെ വേഷഭൂഷാണതി കഴിഞ്ഞ് ദൈവസഭയെ വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമായില്ല. കുടുംബം ക്രമീകരിക്കണം. കുടുംബ ജീവിതമില്ലാതെ, കുടുംബത്തിനകത്ത് മാതൃകയില്ലാതെ, കുടുംബത്തിനകത്ത് ഐക്യതയില്ലാതെ നീ എന്തെല്ലാം പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നില്ല. ആദ്യ ഭാര്യയും ഭർത്താവും തമ്മിൽ നിരപ്പ് പ്രാപിക്കണം.
തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ പറഞ്ഞ് നികത്തണം. മാതാപിതാക്കളോട് നിരപ്പ് പ്രാപിക്കണം. സഹോദരങ്ങൾ തമ്മിൽ നിരപ്പ് പ്രാപിക്കണം. ദൈവസഭയോടും ദൈവമക്കളോടും ദൈവദാസന്മാരോടും ഇറച്ച വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചാലും നിനക്ക് യാതൊരു പ്രയോജനമില്ല. സമൂഹത്തെ നീ വെറുത്തുകൊണ്ട്, സമൂഹത്തിൽ ഞാനാണ് വലിയവനെന്നുള്ള നിന്നുള്ള സ്വയത്വം, അഹങ്കാര മനോഭാവത്തോടെ നീ പ്രാർത്ഥിച്ചാലും അതുകൊണ്ടും പ്രയോജനമില്ല. ഒന്ന് താഴുവാൻ തയ്യാറായാൽ അല്ലെങ്കിൽ നിന്നെ ദൈവം ഉയർത്താൻ ശക്തന. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ 5-ാം അധ്യായം 6-ാം വാക്യം പറഞ്ഞത്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്. ഹല്ലേലൂയ. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അവന്റെ ബലമുള്ള കൈകൾ, ആന്റെ ദൈവത്തിന്റെ ബലമുള്ള കൈകൾ താണിരിക്കണം. ദൈവത്തിന്റെ കരം ബലമുള്ളതാ. നമ്മളെപ്പോലെ സൂക്ഷിച്ച ബലഹീനമായ കരമല്ല. നമ്മുടെ കരങ്ങൾ പാപം കൊണ്ട് നിറയപ്പെട്ടതാ. നമ്മുടെ കരങ്ങൾ അശുദ്ധി കൊണ്ട് നിറയപ്പെട്ടതാ. നമ്മുടെ കരങ്ങൾ കൈക്കൂലി കൊണ്ടും അധാർമി കൊണ്ടും അഴിമതി കൊണ്ടും കരിച്ചുകൊണ്ടും രക്തം പുരണ്ടതാണ് നമ്മുടെ കരങ്ങൾ. നമ്മുടെ കരങ്ങൾ കൊണ്ട് വളരെ ദോഷം നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കരം പരിശുദ്ധമായ കരങ്ങളാണ്. ആ കരങ്ങൾക്കകത്ത് രക്തത്തിന്റെ കറകളില്ല, പാപത്തിന്റെ കറകളില്ല, അഴിമതിയുടെ കറകളില്ല, മോഷണത്തിന്റെ, പിടിച്ചോരുടെ, വ്യഭിചാരത്തിന്റെ കറകൾ കർത്താവിന്റെ കരങ്ങളില്ല. പാപമില്ലാത്ത മാനകുലത്തിനു വേണ്ടി കാര്യം പാണിയാൽ തുളയപ്പെട്ട മുറിവുള്ള കരങ്ങളാണ്. അത് വിശുദ്ധമാണ്. ആ കരം ബലമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കാൽവരി ക്രൂശിൽ കാരിരുമ്പാണിയാൽ അവന്റെ കരങ്ങൾ തറയ്ക്കപ്പെട്ടിട്ടും ആ കരങ്ങൾ അല്ലരിയ ബലഹീനമാകാതെ കുരിശിൽ നമ്മൾ കണ്ടെങ്കിൽ പത്രോസ് പിന്നത്തേത് പറഞ്ഞു, അവന്റെ ബലമുള്ള കൈകൾ താണിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ലോകത്തെ അല്ല നീ നോക്കേണ്ടത്, ലോകക്കാരെ അല്ല നീ നോക്കേണ്ടത്, സമൂഹത്തെ അല്ല നീ നോക്കേണ്ടത്. ക്രൂശിൽ എനിക്ക് നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവിന്റെ കരങ്ങളെ നോക്കണം. രക്തം ചെയ്യും. അപ്പൊ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ സ്വതം താമൻ തരിശായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ വരണ്ട അനുഭവമായ നീരുറവ് പോലെ നിന്റെ കുടുംബത്തെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നമ്മൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ അതിൽ തന്നെ ഭക്ഷണം കഴിച്ചാൽ രുചിയില്ല. നമുക്കൊരു ജലദോഷം പനി വന്നാൽ, ഒരു ജലദോഷം പനി നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഭക്ഷണത്തിന് രുചിയില്ല. ചോറ് തിന്നാൻ തോന്നില്ല, മറ്റാഹാരം കഴിക്കാൻ തോന്നില്ല. എന്ത് രുചികരമായ സാധനം നിങ്ങൾക്ക് വെച്ച് പെരുമാറ്റി വീട്ടുകാർ തന്നാലും അതിനൊന്നും നിങ്ങൾക്ക് രുചിയില്ല, നിങ്ങൾ കഴിക്കത്തില്ല. അതേ അനുഭവമാണ് പാപം നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ, പാപം നിന്നിൽ കുടിയിരിക്കുമ്പോൾ, പാപം നിന്നിൽ വസിക്കുമ്പോൾ നിനക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. നീ ചെയ്യുന്നതിലൊന്നും നിനക്ക് തൃപ്തി ഉണ്ടാകത്തില്ല. നനവുള്ള തോട്ടം പോലെ ആയിരുന്നു നിന്റെ ജീവിതം. പക്ഷെ പാപം നിന്റെ ജീവിതത്തെ വരണ്ട അനുഭവത്തിലേക്ക് കൊണ്ടുപോകും. നിന്റെ മദ്യപാനം, നിന്റെ വെറുപ്പുത, നിന്റെ ലോക ജീവിതം, ജടികമായ സംസാര ജീവിത സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിലെ നീരുറവിന്റെ അനുഭവത്തെ മാറ്റി, നനവുള്ള തോട്ടം പോലെ അനുഭവത്തെ മാറ്റി. ഇപ്പൊ നിന്റെ ജീവിതം വറ്റി വരണ്ട് ഉണങ്ങിയ ഭൂമി പോലെ തരിശായിട്ട് കിടക്കുക. ഹല്ലേലൂയ. എന്ത് ചെയ്താലും വിജയിക്കാൻ പറ്റത്തില്ല, എന്ത് ചെയ്താലും നന്മ കാണാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം കേട്ടോ. സ്തോത്രം. നിങ്ങൾ എപ്പോൾ മാനസാന്തരപ്പെടുന്നു അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം അല്ലൊരു നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറവ് പോലെയാകുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 58-ാം അധ്യായങ്ങൾ വായിക്കണം. വ്യാജ ഉപവാസം, വ്യാജ പാപം, വ്യാജമായി ദൈവത്തെ മഹത്വപ്പെടുത്തി അമ്മായി ഭക്തരെന്ന് നടിക്കുന്ന അനവധി ആളുകൾ, അതിവിശുദ്ധന്മാർ. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവേ, നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ദാഹമുള്ളവർക്ക് നീരുറവിലെ വെള്ളം നൽകണമെന്ന മഹാമനസ്കതയുള്ള അല്ലുരിയ അനവധി ആളുകളുണ്ട്. ദാഹമുള്ള അല്ലുരിയ ഉള്ളവർക്ക്, ദാഹമുള്ള മനുഷ്യർക്ക് നീരുറവിലെ വെള്ളം കൊടുക്കണമെന്ന് അല്ലുരിയ മഹാമനസ്കതയുള്ള ചില സ്ത്രീകളെ കാണാൻ കഴിയും വേദപുസ്തകത്തിൽ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരണം. ദാഹമുള്ളവർക്ക് വെള്ളം കൊടുക്കുവാൻ കാണിച്ച മഹാമനസ്കതയുള്ള ഒരു സ്ത്രീയെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ആ സ്ത്രീ ഏതാണെന്നുള്ളതല്ലേ
നമുക്ക് ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം അതിലെ 15, 16, 17, 18 വാക്യങ്ങൾക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രഹാമിന്റെ സഹോദരനായ നാഹോരിന്റെ ഭാര്യ മിൽഖയുടെ മകൻ ബെതുവേലിന്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. അവൾ കിണറ്റിലിറങ്ങി പാത്രം നിറച്ചു കയറി വന്നു. ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റ് ചെന്നു. ദാസൻ എന്ന് പറയുമ്പോൾ എലിയാസറ കേട്ടോ. എതിരേറ്റ് ചെന്നു. നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരയണം എന്ന് പറഞ്ഞ് യജമാനനെ കുടിക്ക എന്ന് അവൾ പറഞ്ഞു. വേഗം പാത്രം കയ്യിൽ നിറക്കി അവന് കുടിപ്പാൻ കൊടുത്തു. അബ്രഹാം തന്റെ മകന് ഒരു സ്ത്രീയെ ഭാര്യയായി എടുക്കണം, സഖാക്കിന്. അത് എലയാസനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത്, കനാന്യ സ്ത്രീകൾ നിന്റെ മകന് ഭാര്യ എടുക്കാതെ. അല്ലെങ്കിൽ സ്തോത്രം. അബ്രഹാമിന്റെ സഹോദരൻ നാഹൂരിന്റെ ഭാര്യ മിൽക്കിയുടെ മകൻ ബെതുവേലിന്റെ മകൾ റിബേക്കയെ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് ഭാര്യ എടുക്കാൻ വേണ്ടി ആ നാട്ടിലേക്ക് എലയാസനെ അയക്കുക. അബ്രഹാമിന് വേണ്ടുന്ന എല്ലാ കാര്യാദികളും പറഞ്ഞു കൊടുത്ത് ഉപദേശങ്ങളും തെളിവുകളും എല്ലാം പറഞ്ഞു കൊടുത്ത് എലയാസനെ അയച്ച് എലയാസം യാത്ര ചെയ്ത് ചെല്ലുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം മിൽക്കയുടെ മകൾ ഹല്ലേലൂയ സ്തോത്രം മിൽക്കയുടെ മകൻ ബെതുവേലിന്റെ മകൾ റിബേക്ക തോളിൽ പാത്രമായി വരുന്നത്. അവൾ കിണറ്റിലിറങ്ങി വെള്ളം കോരി തന്റെ മുമ്പിൽ ദാഹിച്ചു നിൽക്കുന്ന എലയാസന് കുടിപ്പാൻ കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ എന്താണ്? ദാഹമുള്ളവർക്ക് നീരുറവിലെ വെള്ളം നൽകണമെന്ന് മഹാമനസ്കതയുള്ള റിബേക്ക. അല്ലേ? ആകയാൽ അബ്രഹാമിന്റെ കാര്യവിചാരകനായിരിക്കുന്ന എലയാസനും അവന്റെ ഒട്ടകങ്ങൾക്കും കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊടുത്തു വന്ന എലയാസർ ഏകദേശം 10 ഒട്ടകങ്ങളെ കണ്ടതില്ലെന്നാ പറയുന്നത്. ഒരു ഒട്ടകം 10 കുടം വെള്ളം വെച്ച് കുടിക്കുമെന്ന. അങ്ങനെ 10 ഒട്ടകങ്ങൾക്ക് 10 കുടം വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ 100 കുടം വെള്ളം യാതൊരു മട്ടിയും കൂടാതെ, യാതൊരു ഉപാധിയും പറയാതെ, അത് യാതൊരു തടസ്സം കൂടാതെ എലയാസനം തന്റെ 10 ഒട്ടകങ്ങൾക്കും വെള്ളം കോരി കൊടുത്ത് ദാഹമുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന മഹാമനസ്കതയുള്ള റിബേക്കയെ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. നിങ്ങൾ അങ്ങനെയാണോ? ദാഹമുള്ളവർക്ക് വെള്ളം കൊടുക്കുന്ന മഹാമനസ്കതയുള്ള സ്ത്രീയാണോ നിങ്ങൾ? മഹാമനസ്കതയുള്ളവനാണോ നിങ്ങൾ? ഇല്ലെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം. അവൾ ചെയ്തതെന്ന് അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാം എന്ന് പറഞ്ഞു. പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ച് പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടി ഇറങ്ങി അവന്റെ ഒട്ടകങ്ങൾക്കും എല്ലാം കോരിക്കൊടുത്തു. ഹല്ലേലൂയ. കണ്ടോ? അവള് എലയാസന് മാത്രമല്ല വെള്ളം കൊടുത്തത്, എലയാസന്റെ കൂടെയുള്ള ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരി കൊടുത്തു. ഈ ഒരു അനുഭവം നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കണം കേട്ടോ. ചിലരുടെ കൈ മുറുകെ പിടിച്ചിരിക്കുക, എത്ര കയ്യിലുണ്ടെങ്കിലും കൊടുക്കത്തില്ല. ചിലർ പേഴ്സിൽ നിറഞ്ഞിരുന്നാലും കൊടുക്കത്തില്ല, ചിലർ പോക്കറ്റ് നിറഞ്ഞിരുന്നാലും കൊടുക്കത്തില്ല, ചിലർ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും കൊടുക്കത്തില്ല. നമ്മൾ കഴിഞ്ഞ കാലങ്ങൾക്ക് കേട്ട വാർത്തയുണ്ട്, കേരളത്തിലെ ഇന്ത്യയിലെ വിദേശ ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിപ്പം മാർഗമില്ലാതെ ആളുകളില്ലാതെ കെട്ടിക്കിടക്കുന്ന വാർത്ത കേട്ടു. ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ദാഹിച്ചു വലഞ്ഞു ചെന്ന എലയാസനെ പോലെ എത്രയോ ആളുകൾ ആ ദാഹത്തെ ഒരു അല്പം നീരുറവ് കിട്ടി വെള്ളം കിട്ടിയെങ്കിൽ തൊണ്ടയൊന്ന് നനയ്ക്കാമെന്ന് ചിന്തിച്ച് ആയിരിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഈ റിബേക്കയെ പോലെ അവർക്കൊന്ന് മനസ്സ് കൊടുത്തെങ്കിൽ അവരുടെ പണം നഷ്ടപ്പെട്ടു പോകാതെ പലർക്കും ആ ഒരു നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറവ് പോലെ ആയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ റിബേക്കയ്ക്ക് അത് കഴിഞ്ഞ് ഇന്നത്തെ ജനത്തിന് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ചില ആളുകളൊക്കെ അറിയാം അതുപോലെ നൽകുന്നത് കേട്ടോ. ചില ആളുകളൊക്കെ അറിയാം. പ്രൈസ് ദി ലോർഡ്. സ്വന്തം കൈ മുറുകെ പിടിക്കാതെ, അമർത്തി പിടിക്കാതെ, കൈ തുറന്ന് വിശാലമായി ഉള്ളത് കൊടുക്കുന്ന അനവധി ആളുകളെ കഴിയും. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ദാഹമുള്ളവർക്ക് നീരുറവിയിലെ വെള്ളം പകർന്നു കൊടുക്കുന്ന, വെള്ളം കോരി കൊടുക്കുന്ന, ആവോളം കൊടുക്കുന്ന വ്യക്തിക്ക് മാത്രം അവന്റെ ഓട്ടങ്ങൾക്കും കുടിച്ച് മതിയാകുവോളം വെള്ളം കോരി കൊടുക്കുന്ന
വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുള്ള മഹാമനസ്കതയുള്ള റിബേക്ക. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഞാൻ ആ ഭാഗം വായിച്ച് എന്നെ വളരെ ചിന്തിപ്പിച്ചു കേട്ടോ. ഞാനും കർത്താവിനോട് പറഞ്ഞ കർത്താവേ, എത്രയോ ആളുകൾ ദാഹിച്ച് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ദുരിതത്തിൽ കണ്ണുനീരില് പട്ടിണിയില് ദുരിതത്തില് ഒക്കെ ആയിരിക്കുന്നു. വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെ മറ്റുള്ളവരെ സഹായിപ്പാൻ എന്നെയും കൂടെ ബലപ്പെടുത്തണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കൊടുക്കാനില്ല, എനിക്കാരിലും തന്നരേ ഉള്ളൂ. അങ്ങനെ ഞാനൊക്കെ ജീവിക്കുന്നത് കേട്ടോ. അല്ലേ, അങ്ങനെ ഓരോരുത്തരും എലയാസറിനെ ആമൻ നീറുള്ള വെള്ളം കൊടുത്ത റിബേക്കയെ പോലെ പലരും നമ്മെ താങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. പ്രൈസോ, നിങ്ങളുടെ മഹാമനസ്കതയെ ദൈവം നോക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, നീ നനവുള്ള തോട്ടം പോലെയും. റിബേക്കയെ നമുക്കൊരു മാതൃകയാ. വെള്ളം പറ്റിപ്പോകാത്ത നീറുള്ള പോലെയും അവളുടെ ജീവിതം, അവളുടെ സ്വഭാവം, അവളുടെ പ്രവൃത്തി. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ കാലത്ത് എനിക്കും എൻ്റെ മക്കൾക്കും എനിക്കും എൻ്റെ തലമുറയ്ക്കും 3 4 തലമുറയ്ക്ക് തിന്നുവാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടും ബാഗിൽ സ്വരൂപിച്ചിട്ടും പോരാ പോരാ എന്ന് പറഞ്ഞിരിക്കുന്ന അനവധി ആളുകൾ നമുക്ക് മുമ്പിൽ നിൽക്കുക. ഹല്ലേലൂയ, സ്തോത്ര. കോഴി ചകയുന്നത് പോലെ പലരും കോഴി ചകഞ്ഞ് തന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ, മറ്റാർക്കും കൊടുക്കത്തില്ല. അത് പുറകോട്ടാണല്ലോ ചകയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ആൽക്കഴിയുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അങ്ങനെയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും. ഇവിടെയാണ് നിങ്ങൾ റിബേക്കയെ പാഠമാക്കിയത്. അവൾക്കും അവളുടെ കുടുംബത്തിനും എന്ന് മാത്രമല്ല, അവൾ കിണറ്റിങ്കിൽ വന്നു കഴിഞ്ഞപ്പോൾ അവളെ എതിരേറ്റ് ചെന്ന പുരുഷൻ എലയാസർ, അവൻ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ അവൾ മറ്റുള്ളവർക്ക് ദാഹത്തിന് ഒരാശ്വാസമായി. അതുകൊണ്ടാണ് റിബേക്ക ആകിയാൽ അബ്രഹാമിന്റെ വിചാരകനായ എലയാസിനും അവന്റെ ഒട്ടകങ്ങൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊടുത്തു. അവളുടെ പരിചരണ സ്വഭാവം ഒടുവിൽ അവളെ ഇസഹാക്കിന്റെ മണവാട്ടിയായി ഭാഗ്യമേറിയ ജീവിത പദവിയിലേക്ക് കൊണ്ടുവന്നുള്ളതാണ്. ആ മഹാമനസ്കത കണ്ടിട്ട് എന്ത് ചെയ്തു എലയാസിനത്? ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി. യഹോവ തന്റെ യാത്ര സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് മിണ്ടാതിരുന്നു. ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ അരശക്കൽ തൂക്കമുള്ള ഒരു പൊൻമൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ 10 ശക്കൽ തൂക്കമുള്ള 2 പൊൻവളയും എടുത്ത് അവളോട്, നീ ആരുടെ മകൾ? പറക, നിന്റെ അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാപാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. എലയാസാർ പിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുക. അതുപോലെ റിബേക്കയുടെ ജീവിതം മാറി. അവളുടെ ജീവിതത്തിൽ അബ്രഹാം ആഗ്രഹിച്ചതുപോലെ തന്നെ, അബ്രഹാം എലയാസനെ പറഞ്ഞു വിട്ടതുപോലെ തന്നെ അതേ അടയാളം അനുസരിച്ച് തന്റെ മകനായിരിക്കും ഇസഹാക്കിനെ റിബേക്കയെ ഭാര്യയായിട്ട് എടുക്കുക. അങ്ങനെ റിബേക്കയ്ക്ക് അനുഗ്രഹമായൊരു കുടുംബജീവിതം ലഭിച്ചു. ദൈവപ്രവൃത്തി, അവളുടെ സ്വഭാവം. എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് നിങ്ങൾ അതുപോലെ വരണം. നമ്മുടെ ജീവിതമൊക്കെ നമ്മൾ താറുമാറാക്കി കളയരുത്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കൊരു സഹോദരി അറിയാം. ചില സമയങ്ങളിൽ ആ സഹോദരി എനിക്കൊരു 500 രൂപ അയച്ചു തരും കേട്ടോ. അല്ലേ, എപ്പോഴും അല്ല, വല്ലപ്പോഴും ഒക്കെ. അവർക്കാണ് തന്നെ കഴിയാൻ മാർഗമില്ല. ഒരു ദൈവദാസിയ ഒരു മകനുമുണ്ട്. അവർക്ക് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. വാടക കൊടുക്കണം, മകനെ പഠിപ്പിക്കണം, കുടുംബജീവിതം നടക്കണം, എല്ലാം നടക്കണം. അതിന്റെ നടുവിലും പലപ്പോഴും കയ്യിലൊക്കെ കിട്ടുമ്പോൾ ഒരു 500 രൂപ ഒക്കെ എനിക്ക് അയച്ചു തരും. ഞാൻ ചോദിച്ചു, എന്തിനാണ് എനിക്ക് പൈസ അയക്കുന്നത്? നിങ്ങൾക്കോ ഇല്ല. അല്ല, അവരന്നാലും സമ്മതിക്കാതെ പലപ്പോഴും അയച്ചു തരും. ഞാൻ അന്നേരം ഓർത്തുണ്ട്, റിബേക്കയെ പോലെ നല്ല മനസ്സ് അവർക്കുണ്ട്. റിബേക്കയെ പോലെ നല്ല മനസ്സുള്ള ആളുകളെ ദൈവം തിരയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. രക്തം ചെയ്യും. നിങ്ങൾ വേദപുസ്തകം വായിച്ച് വേദപുസ്തക കഥാപാത്രങ്ങളെ പഠിക്കുമ്പോൾ അവരുടെ ജീവിത സ്വഭാവം നമ്മൾ ഉണ്ടാകണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വാങ്ങി, ഇന്നും നാം ക്രിസ്തുവിന് വേണ്ടി നിയമിക്കപ്പെട്ട മണവാട്ടിയാണ്. റിബേക്ക ഇസഹാക്കിന് വേണ്ടി നിയമിക്കപ്പെട്ട മണവാട്ടിയായതുപോലെ, ഇസഹാക്കിന് വേണ്ടി നിയമിക്കപ്പെട്ട മണവാട്ടിയായ റിബേക്ക ഇസഹാക്കിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ്, ഹല്ലേലൂയ, അവന് ഒരു മണവാട്ടിയായി മാറിയതുപോലെ, ഹല്ലേലൂയ, നമ്മൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അവന്റെ മണവാട്ടിയായി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ നമ്മൾ കർത്താവിന്റെ മണവാട്ടിയാകണം. ഹല്ലേലൂയ. ജീവനദിയാകുന്ന ക്രിസ്തുവിന്റെ ഉറവിൽ നിന്നും ദാഹമുള്ളവർക്ക് ധാരാളമായി നൽകുന്ന ഹൃദയം നമുക്ക് വേണം. ഹല്ലേലൂയ. എന്തോ സ്തോത്രം. ഹല്ലേലൂയ. ജീവജല നദിയാകുന്ന ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. അതാണ് വചനം പറയുന്നത്. ക്രിസ്തുവിന്റെ ഉറവിൽ നിന്നും ദാഹമുള്ളവർക്ക് ധാരാളമായി നൽകുന്ന നല്ലൊരു ഹൃദയം ഉണ്ടാകണം. അപ്പൊ ക്രിസ്തുവിന്റെ ഹൃദയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ മറ്റുള്ളവരുടെ ദാഹത്തെ നമുക്ക് ശമിപ്പിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ഹൃദയം പോലെ നല്ലൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ വറ്റി വരണ്ട് കിടക്കുന്ന ഉണങ്ങി കരിഞ്ഞു കിടക്കുന്ന പുൽപ്പുറം പോലെ പാറക്കെട്ടുകൾ കൊണ്ട് നിറയപ്പെട്ട് കിടക്കുന്ന ജീവിതമാണെങ്കിലും ജീവിത സാഹചര്യമാണെങ്കിലും ക്രിസ്തുവിന്റെ ഹൃദയം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ആമി സ്വഭാവം നമ്മളുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ദാഹത്തെ ശമിപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യം എഴുതി വെച്ചു, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയുടെയും താഴ്മയുടെയും വിനയത്വത്തിന്റെയും നല്ലൊരു സ്വഭാവം, കീഴ്പ്പെടലിന്റെ, അന്യോന്യം സഹകരിക്കുന്ന, അന്യോന്യം കരുതുന്ന, അന്യോന്യം സ്നേഹിക്കുന്ന, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്ന, ഒരു വേണ്ടി ഒരു പ്രാർത്ഥിക്കുന്ന, മറ്റുള്ള ദുഃഖം കാണുന്ന, മറ്റുള്ള ദുഃഖത്തിൽ നാം പങ്കാളിയായി തീർന്ന, അവിടെ ഇല്ലായ്മയിൽ ഒരു കൈത്താങ്ങലായി തീരുന്ന, ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ജീവനിരുറവയായിരിക്കുക ക്രിസ്തുവിന്റെ ഹൃദയം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറും. രക്തം ചെയ്യും. ഇതുപോലെ കേൾക്കുന്ന മാതാപിതാവേ, നീ ക്രിസ്തുവിനെ മണവാട്ടിയായി മാറുമ്പോൾ ഹല്ലേലൂയ ആ ക്രിസ്തുവാകുന്ന ജീവനീരുറവയിൽ നിന്ന് നിന്റെ ജീവിതത്തിന്റെ വരണ്ട അനുഭവത്തെ ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എനിക്കറിയാം, ഇന്ന് ക്രൈസ്തവ സമൂഹത്തെ ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ പീഡയുടെ നടിയിലൂടെ കടന്നു പോകുന്നത്, പ്രതിസന്ധികളുടെ നടിയിലൂടെ കടന്നു പോകുന്നതാണ്. പലരും കർത്താവ് യേശു അവൻ ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുക, അവൻ ജീവൻ ബലികഴിച്ചുകൊണ്ടിരിക്കുക, രക്തസാക്ഷിയായി മാറിക്കൊണ്ടിരിക്കുക. അതിന് നടുവിൽ എന്നെ കേൾക്കുന്ന പ്രേസ്മോതാവേ, നിന്റെ ഹൃദയം റിബേക്കയുടെ ഹൃദയം പോലെ, ആ ഇസഹാക്കിന്റെ മണവാട്ടിയായ റിബേക്ക തീർന്ന പോലെ നിന്റെ ഹൃദയം യേശു ക്രിസ്തുവിന്റെ ഹൃദയം പോലെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറും. നിന്റെ ഭവനത്തിന്റെ വരണ്ട അനുഭവത്തെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കും. നിങ്ങളിൽ പലരുടെയും കുടുംബം വരണ്ട അനുഭവം, അവൻ ഉണങ്ങി വരണ്ട് കിടക്കുന്ന അമലിയ ഭൂമി പോലെ അനുഭവത്തെ മാറ്റിയിട്ട് നിന്നെ നനവുള്ള തോട്ടം പോലെയാക്കുവാൻ, വെള്ളം പറ്റി പോകാത്ത നീരുറവ് പോലെയാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചിലരുടെയൊക്കെ ദൈവം ശക്തമായ ദൂതുകൾ പറയുക. രക്തം ചെയ്യും. നിന്റെ ജോലിയില്, നിന്റെ യാത്രയില്, നിന്റെ കൃഷിയില്, നിന്റെ ക്ഷീരമേഖലയില്, നിന്റെ ബിസിനസ്സിനകത്ത്, നിന്റെ മക്കളുടെ ഭവനത്തില്, അവരുടെ ജീവിതത്തിൽ, നിന്റെ മക്കളുടെ പഠന കാര്യങ്ങളിൽ ദൈവം ഒരു മാറ്റം തരാൻ പോവുകയാണ്. കരങ്ങിയ കണ്ണുമായി കണ്ണുനീരിന്റെ നടിയിലൂടെ കടന്നു പോകുന്ന ശ്രോതാവേ, ദൈവം നിന്നെ ചേർത്ത് പിടിക്കാൻ പോവുക. ഇനി നീ വറ്റി വരേണ്ട അനുഭവമല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വെള്ളം വറ്റിപ്പോകാ നീരുറവ് പോലെ ദൈവം നിന്നെ ആക്കിയെടുക്കാൻ പോവുക. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് രക്തം ചെയ്യും. ജീവിതം ഒന്ന് മാത്രമാക്കട്ടോ. ഹല്ലേലൂയ. നീ തകർന്നു പോകരുത്, നീ തളർന്നു പോകരുത്. നിന്റെ കുടുംബം ശൂന്യമായി പോയത്, നിന്റെ കുടുംബം തകർന്ന തരിപ്പണമായി മാറിയത് നിന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ്. നിന്റെ അധ്വാന ഫലം മുഴുവൻ ആമൻ നഷ്ടപ്പെടുന്നു. രാവുകളില്ലാതെ പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണിനോടും തടിയോടും വിവിധ മേഖലകളിൽ നിങ്ങളുടെ ചോര വിയർപ്പാക്കി നിങ്ങൾ പണിയെടുക്കുന്ന നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിന്റെ ഭവനത്തിനകത്ത് നിന്റെ മക്കളും നിന്റെ ഭാര്യയും നിന്റെ മാതാപിതാക്കളും അനുഭവിക്കേണ്ടതിന് പകരമായി അത് നിന്റെ വീട്ടിലെത്തുന്നതിന് മുമ്പേ നിന്റെ കയ്യിൽ നിന്ന് ചോർന്നു പോകുകയാണ്. എവിടെയാണ് നിന്റെ നഷ്ടം? എവിടെയാണ് തോൽവി സംഭവിച്ചത്? നീ മോഹങ്ങളിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ, ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ നിന്റെ അധ്വാനം മുഴുവൻ തരിശു ഭൂമിയിൽ വീഴുന്നത് പോലെയായി. ഹല്ലേലൂയ. ഇന്ന് നീ വറ്റി വരേണ്ട നിലം പോലെ. ഹല്ലേലൂയ. ആയിരക്കണക്കിന് ഒരു ദിവസം പണിയെടുത്താൽ 1000 രൂപ ശമ്പളം കിട്ടും പണിക്കാരന്.
1000 രൂപയ്ക്ക് നീ പണി ചെയ്താൽ നിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒന്നുമില്ലാതെ ആഴ്ചയിൽ 6 ദിവസം പണിതിട്ടും പോരാൻ 7-ാം നാളും പണിയെടുത്തിട്ട് 7-ാം നാളിലെ പൈസ കൂടെ വാങ്ങിയിട്ടും നിന്റെ ഭവനം പറ്റി വരേണ്ട അനുഭവം പോലെയല്ലേ? മാസം തോറും നല്ല സാലറി വാങ്ങുന്ന നീ എത്രമാത്രം കിട്ടിയിട്ട് നിനക്കതുകൊണ്ട് തികയാതെ വരണ്ട നിനം പോലെ നിന്റെ കുടുംബം. സർക്കാർ നിനക്ക് നിശ്ചയിച്ചിട്ടുള്ള ശമ്പളം തന്നിട്ടും അത് പോരാഞ്ഞ് നീ ബ്ലേഡിന്റെ അടുത്ത് കൊള്ള പലിശ നിരത്ത് നീ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഭാരപ്പെടുകയല്ലേ? എന്തുകൊണ്ടാണ് അതൊക്കെ പറ്റിയത്? നിന്റെ ജീവിതത്തിന്റെ ക്രമക്കേടുകൾ, പാപം നിന്റെ ഉള്ളിൽ വന്നപ്പോൾ, പാപ സ്വഭാവങ്ങൾ വന്നപ്പോൾ, പാപത്തിന്റെ മോഹങ്ങൾ, പാപത്തിന്റെ ആസക്തികൾ നിന്നിൽ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നീ ലോകത്തിലേക്ക് കണ്ണോടിച്ചു. അത് നിന്നെ വരണ്ട ഭൂമിയാക്കി മാറ്റി. ജീവിതത്തിൽ താളപ്പിഴകൾ. എന്നാൽ ഇന്ന് പകൽ മടങ്ങി വന്നാൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന സമയം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞേക്കാൻ നിങ്ങൾ പലരും പരാജിതരാ കേട്ടോ, വരണ്ട അനുഭവമാണ്. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോട് ഏൽപ്പിച്ചു കൊടുത്തവന്റെ മണവാട്ടിയായി മാറുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ഉറവിൽ നിന്നും ദാഹമുള്ളവർക്ക് ധാരാളമായി കൊടുക്കുന്ന നല്ലൊരു ഹൃദയം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ മണവാട്ടിയായി നിങ്ങൾ സമർപ്പിക്കുന്നെങ്കിൽ, ദൈവം നിന്നെ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറ പോലെ നിന്റെ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തിയത് എടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ട് ചില പ്രവചന ദൂതകൾ ദൈവം നിനക്ക് കൈമാറുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, പ്രഭാതത്തിൽ അനവധി ആവശ്യങ്ങളും നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞ സമയത്ത് പണം കൊടുക്കാൻ മാർഗമില്ല, നീ ഭാരപ്പെടുന്നില്ലേ? ഹല്ലേലൂയ. നീ ഭയപ്പെടരുത്. കർത്താവിനോട് ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ ബാധ്യതകൾ എത്ര വലുതായിരുന്നാലും അവയെ നീക്കി തരാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യും. പ്രൈസലോ. അപ്പൊ അവന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കണം. പ്രൈസലോ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് ഹല്ലേലൂയ. ഈ വചനം പറയുന്നത് അല്ലയോ ദാഹിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ എന്നാണ് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം വായിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താണ് ഹല്ലേലൂയ? സുവിശേഷത്തിന്റെ സ്വാഗത സന്ദേശം ഇവിടെ ഒടുവിലായി മുഴങ്ങുന്നു. വരിക എന്ന ആഹ്വാനം ആത്മാവും മണവാട്ടിയും എക്കാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നവരും അത് ഏറ്റുപറയേണ്ടതാണ്. ഒരിക്കലും ശബ്ദം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചവരെല്ലാം അത് ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കണം. യോഹന്നാൻ ശുശ്രൂഷ ചെയ്ത് പോന്നവനാണ് ഇവിടെ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുക. തിരുവഴുത്തിലെ ഒടുവിലത്തെ ആഹ്വാനമാണ് വരിക എന്നുള്ളത്. പ്രൈസലോ. നാം ദൈവസ്ഥലേക്ക് മടങ്ങി വരണം. ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ദൈവം നമ്മെ ഹല്ലേലൂയ അനുഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ വചനം പറയാം, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവേൻ. വീണ്ടും പ്രവാചകന്റെ വാക്ക് കേൾക്കാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ 1-ാം വാക്യം, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ, വന്നു വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. അല്ലെങ്കിൽ അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങൾ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീൻ. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പുഷ്ടഭോജനം കഴിച്ച് ബോധിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവിൻ. ഹല്ലേലൂയ. അങ്ങനെ പ്രവാചകന്റെ വാക്കുകൾ വായിക്കുമ്പോൾ ശരീരത്തിന് കോരിത്തരിക്കും പോരാ. നിങ്ങൾക്കങ്ങനെ വചനം വായിച്ചാൽ അങ്ങനെ തോന്നാറുണ്ടോ? ദൈവത്തിന്റെ വചനങ്ങളും വാക്തത്വങ്ങളും ദൂതുകളും വായിക്കുമ്പോൾ, പ്രവചന ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ, അത് നമ്മൾ ആത്മാവ് മുഴങ്ങുമ്പോൾ ശരീരം കോരിത്തരിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? ഞാൻ പലപ്പോഴും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാകും കർത്താവിന്റെ പ്രവൃത്തി എത്രയാണ്, വചനത്തിന്റെ ശക്തിയെ മനസ്സിലാകും. അപ്പൊ അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിലെ ഹല്ലേലൂയ സ്തോത്രം ജീവിത സാഹചര്യങ്ങളിൽ, ഞങ്ങളുടെ വീടെന്ന് ചെറിയ വീടാണ്, വാടക വീടാണ്, ഹല്ലേലൂയ, ചെറിയ വീടാണെങ്കിലും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രൈസ് ദി ലോർഡ്, ആരെങ്കിലും ഞങ്ങളുടെ ഭവനത്തിൽ വന്നാൽ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാതെ ഞങ്ങളെ പറഞ്ഞു വിടത്തില്ല.
പ്രൈസ് ഉണ്ടായിട്ടല്ല, ഉള്ളതിൽ നിന്ന് ക്രിസ്തു പഠിപ്പിച്ച മാതൃകയാണ്. പ്രൈസോ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ സന്തോഷവാനും സന്തോഷവതിയായി മാറണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം പറയണം, ഹല്ലേലൂയ, കൃപയാലുള്ള ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചക പുസ്തകം 55-ാം അധ്യായം 1 മുതൽ 13 വാക്യങ്ങൾ. ആത്മീയ ദാഹശമനത്തിനായി പുണ്യസ്ഥലങ്ങൾ തേടി അലയുന്ന മാനവജാതിയോട് വില കൂടാതെ വീഞ്ഞും പാലും വാങ്ങി പാനം ചെയ്ത് ആത്മീയദാഹം ശമിപ്പിപ്പാൻ ദൈവം ഇവിടെ പ്രവാചകനിലൂടെ ആഹ്വാനം ചെയ്യുക. അപ്പൊ ഇവിടെ ദാഹം ശമിപ്പിക്കുവാൻ ദൈവം ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിന്റെ രക്ഷ എന്നാൽ കൃപയാൽ സൗജന്യമായി വിലമതിക്കാനാകാത്തതെല്ലാം ദൈവം നമുക്ക് സൗജന്യമായി തരികയാണ്. ഹല്ലേലൂയ. അപ്പം വിലമതിക്കാനാവാത്തതെല്ലാം ദൈവം നമുക്ക് സൗജന്യമായി തരുന്നു. അതിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ദൈവത്തിന്റെ രക്ഷ, കർത്താവിൽ നമുക്ക് ലഭിക്കുന്ന രക്ഷ. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കാഹളം ധരിക്കാൻ സമയമായി. നമ്മുടെ മണവാളനായ കർത്താവ് മധ്യാകാശത്തിൽ വരാൻ സമയമായി. അവന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ സമയമായി. ലോകം മുഴുവൻ അക്രമം വർദ്ധിക്കുന്നു, പീഡകൾ വർദ്ധിക്കുന്നു, സുവിശേഷ വിരോധികൾ എഴുന്നേൽക്കുന്നു, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ശക്തിയോടെ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. ക്രൈസ്തവ സമൂഹത്തെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യുവാൻ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി അനവധി ആളുകളെ തകർത്തു നോക്കി ഒരിക്കലും തകർക്കുവാൻ കഴിഞ്ഞില്ല. ഇന്നും തകർക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അതെല്ലാം വെളിപ്പെടുത്തുന്നത് എന്താണ്? ദൈവസഭയെ തകർക്കാൻ ആർക്കും കഴിയും. ദൈവം തന്ന രക്ഷയും സന്തോഷവും വിലമതിക്കാനാവാത്ത ദൈവിക അനുഗ്രഹങ്ങളെ ദൈവം തന്ന ഈ ഭൂമി നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ എല്ലാ കാലത്തും ജീവിക്കുന്ന യേശുവിനെ ഈ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മെ വെച്ചിരിക്കുക. അതൊക്കെ ആ കർത്താവ് വരാൻ സമയമായി. വിലമതിക്കാനാവാത്ത നന്മകൾ നമുക്ക് തന്നു ഇത്രത്തോളം അനുഭവിച്ച നമ്മളെ അനുഗ്രഹിച്ച ദൈവം ഇനി ഒരിക്കലും വിലമതിക്കാനാവാത്ത, നമ്മുടെ കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത ആ സ്വർഗീയ യേശുവിലേക്ക് ദൈവം നമ്മെ ചേർക്കാൻ വരാറായി. പ്രൈസലോ. അടുത്തൊരു നിമിഷം കാഹളം ധരിച്ചാൽ, നീ ആ സമയം കാഹളം ധരിച്ചാൽ കർത്താവ് യേശു മധ്യാകാശത്തിൽ വന്നാൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. 1 Thessalonians 4:16-17. പിന്നെ ജീവനോടിരിക്കുന്ന ഓരോരുത്തരും അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന വചനമുണ്ട്. നിങ്ങൾ കർത്താവിന്റെ വരയിൽ എടുക്കപ്പെടുവോ? ഇന്നുകൾ മടങ്ങി വരണം, മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം, കർത്താവിന് വേണ്ടി ജീവിതത്തെ കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കൽ, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ശമരിയ സ്ത്രീയോട് യേശു സംസാരിക്കുന്നത് അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 4:14 കാണാൻ കഴിയും. അല്ലേ? ആ ഭാഗം വായിച്ച് വിവരിക്കാൻ സമയമില്ലാത്ത ഞാൻ വാക്യം പറഞ്ഞു വിടുകയാണ്. എന്താ ഞാൻ കൊടുക്കുന്ന വെള്ളം? യേശു കൊടുക്കുന്ന വെള്ളം. ഹല്ലേലൂയ. ആ വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന്റെ നിത്യജീവങ്കിലേക്ക് പൊങ്ങുവരുന്ന നീരുറവയായിരിക്കും. അത് ക്രിസ്തുവാകുന്ന നീരുറവയിൽ നിന്ന് നീ കുടിക്കുന്നെങ്കിൽ ഒരിക്കലും നീ പിന്നെ ദാഹിക്കത്തില്ല. അല്ലയ. കർത്താവ് കൊടുക്കുന്ന വെള്ളം നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി അത് നിന്റെ ഹൃദയം മാറട്ടെ. മഹാമനസ്കതയുള്ള റബേക്കയുടെ ഹൃദയം പോലെ മഹാമനസ്കതയുള്ള നല്ലൊരു ഹൃദയത്തിനുടമയായി ആത്മമണവാളനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നീ കർത്താവിന് വേണ്ടി നിൽക്കണം. രക്തചയം. ഇനി കേൾക്കുന്ന മാതാപിതാക്കളിൽ നമുക്ക് സമയം അധികമില്ല കേട്ടോ, സമയം അധികമില്ല. നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മുടെ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമുക്ക് പ്രായം വർദ്ധിക്കും, നമ്മുടെ ആയുസ് കുറയുന്നു, നമ്മുടെ ജീവിതത്തിന്റെ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഭയത്തോടെ ദൈവത്തെ സേവിക്കണം. ഈ ലോകത്തിൽ സുഖലോലുപഭോഗങ്ങൾ നീ വീണ്ടും വീഴുകയെ ഇവിടുത്തെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ച് നീ നിത്യ നരകത്തിലേക്ക് പോകരുത്. മരണത്തിനപ്പുറം ജീവിതമുണ്ട്. മരണത്തിനപ്പുറം ജീവിതമുള്ളത് സ്വർഗരാജ്യത്തിലായിരിക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന നീരുറവയിൽ നിന്ന് നീ കുടിക്കുന്നവളായിരിക്കണം. ഹല്ലേലൂയ. നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്ന് നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നിറവ് പോലെ മറ്റുള്ളവർക്ക് നീ ആശ്വാസമായിരിക്കണം. പ്രൈസലോ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം.
ആമെ 114 സംഗീത 8 വാക്യം അവൻ പാറയെ ജലത്തിലാകും തീക്കല്ലിനെ നീരുറവും ആക്കിയിരിക്കുന്നുവെന്ന് അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്താണ് ആ ഭാഗം വായിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, സ്തോത്രം, എന്നെ കേൾക്കുന്ന പ്രശ്നികത വചനം പറയുന്നത്, സ്തോത്രം, ഇവിടെ തീക്കല്ല് എന്ന് പറയുന്നത് പാറയുടെ കടുപ്പത്തെ കാണിക്കുന്നതാണ്. ഇസ്രായേൽ ചെങ്കടൽ കടന്നപ്പോൾ വെള്ളത്തെ അല്ലെങ്കിൽ കരിങ്കൽ മതിൽ പോലെ ദൈവം നിർത്തിയെങ്കിൽ മരുഭൂമി യാത്രയിൽ കരിങ്കല്ലിൽ നിന്നും തന്നെ ആവശ്യം പോലെ വെള്ളം കൊടുത്തു. പാറയെ പാറയെ തീക്കല്ല് പോലെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലിന് ചെങ്കടൽ കടക്കാൻ മാർഗമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ചെങ്കടൽ രണ്ടായി വിഭജിച്ചു. വെള്ളം തീക്കല്ല് പോലെ നിന്നു. എന്നാൽ മരുഭൂമിയിലേക്ക് കിടന്നപ്പോൾ ആ പാറയെ പിളർന്ന് അവർക്ക് ഇഷ്ടം പോലെ കുടിപ്പാൻ ദൈവം വെള്ളം കൊടുത്തു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. എന്റെ കുടുംബത്തിന്റെ ജീവിത വരണ്ട അനുഭവത്തെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിരിക്കുന്ന എന്റെ ജീവിതത്തെ അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുക. നീ ഒരു നനവുള്ള തോട്ടം പോലെ ഒരു വെള്ളം പറ്റിയ നീര് പോലെ നിന്റെ കുടുംബത്തെ നിന്റെ തലമുറ പണിതെടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ ഞങ്ങളുടെ പലധികം വിശ്വസിക്കുക പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടു കേരളത്തിൽ ലോക രാജ്യം 800 കോടിയിലധികം ജനത്തിനായി ശൈശവത്തിൽ ബാലിക്കവും തടവറയിലായിരിക്കുന്ന ജാതി മതവർഗ വ്യത്യാസമില്ല കുട്ടിലോട്ട് കൊട്ടാരം വരെ പറക്കുന്ന എല്ലാ രാജ്യരാഷ്ട്ര തന്മാർ 800 കോടി ജനത്തിനായി സ്തോത്രത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ ശാപത്തിന്റെ ബന്ധനത്തിൽ കെട്ടുകൾ പൊട്ടി മടങ്ങി വന്ന് കർത്താവ് മനുഷ്യക്കത്താം വരണ്ട നിരം പോലെ ഉണങ്ങി വരണ്ട ഭൂമി പോലെ പാറക്കൂട്ടങ്ങൾ പോലെ മനുഷ്യന്റെ ജീവിത ഹൃദയം ഭവനം താമെ തരിശായി കിടക്കുമ്പോൾ ജനം മടങ്ങി തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വ്യാജ പാപങ്ങൾ മാറ്റിവെച്ച് ക്രിസ്തുവാകുന്ന നീരുറയിൽ കുടിച്ച് കർത്താവേ ആ നിത്യജീവിയുടെ അവകാശികളെ തിരുവാഞ്ചനത്തിൽ ഒരുക്കണമേ. ഭവനത്തെ കഷ്ടങ്ങൾ മാറട്ടെ, വേദനകൾ ദുഃഖങ്ങൾ മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ, ഭവനത്തിലെ അന്ധകാരങ്ങൾ മാറിപ്പോട്ട്, തകർന്നിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഇതുപോലെ ആശ്വാസം കൊടുക്കണമേ. ആമേ ആത്മീയമായി ഭൗതികമായ എല്ലാ നിലയിലും ഭാവിച്ചനം അനുഗ്രഹിക്കപ്പെടണം. ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഏറെയാണ്. ജോലിയില്ലാതെ ഭാരം, ജോലിക്കപ്പാ ഉയർച്ചയില്ലാതെ ഭാരപ്പെടുന്നവർ, കുടുംബത്തിനകത്ത് കഷ്ടതകൾ, പ്രയാസങ്ങൾ, എത്ര അധ്വാനിച്ചാലും ഒന്നും മെച്ചപ്പിടിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, മാറാരോഗത്തിലേക്ക് കടക്കിണിയാൽ കടന്നു പോകുന്നവർ എല്ലാവർക്കും ഒരു വിടുതലും ആശ്വാസം കൊടുക്കണമേ. ഏത് വിഷയത്തിലൂടെ കർത്താവ് ഭാരപ്പെടുന്നു ആ വിഷയം ദൈവം അത്ഭുതം ചെയ്യണം. സാമ്പത്തിക അനുഭവിക്കുന്നവരുണ്ട്, കുടുംബജീവിതം തകർന്നവരുണ്ട്, കുടുംബജീവിതം പ്രവേശിച്ച് ആഗ്രഹിക്കുന്നുണ്ട്, തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്നു, മദ്യത്തിനുമായി ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന സമാധാനമില്ലാത്ത അനുഭവത്തി കുടുംബങ്ങൾ കർത്താവ് ഇന്ന് പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല കുടുംബങ്ങളും നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാൻ നീരുറ പോലെയായി തീരുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിലെത്തി. വ്യാപാരികൾ, വ്യവസായികൾ, വഴിയോര കച്ചവടക്കാർ, ജോലിക്കാർ, കർഷകരുടെ പണിയെടുക്കുന്നവർ, എല്ലാ മേഖലയും ജോലിയെടുക്കുന്നവർ, കരയിലും കടലും ആകാശമാർക്കത്തിലും വിധവാഹനം എല്ലാ മേഖലയായിരിക്കുന്നു. ക്ഷീരമേലും കർഷക മേഖലയിൽ എല്ലാം പുറത്ത് പ്രാർത്ഥിക്കുകയാണ്. കർഷകരുടെ പണിയെടുക്കുന്നവർ, കടലോരവാസികളെ മത്സ്യത്തിനെ കടന്നു പോയിരിക്കുന്നവർ, പാടത്തും പറമ്പിലും കോറിയിലും കല്ലോട് മണ്ണോട് പണിയെടുക്കുന്നവർ, എല്ലാ ജനതയും ഓർക്കുകയാണ്. കർത്താവുടെ കഷ്ടങ്ങൾക്ക് ഒരു മാറ്റം കൊടുക്കണമേ, ഒരാശ്വാസം കൊടുക്കണമേ. ദൈവദാസിദാസന്മാരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന അനുഭൂതികൾ കഷ്ടത്തിൽ കടന്നു പോകുമ്പോൾ ആശ്വാസത്തിന്റെ കരം നീട്ടി അവരെ വിടിവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.